ബിഗ് ബോസിന്റെ ഇന്നത്തെ എപ്പിസോഡിനകത്ത് ബിഗ് ബോസിനകത്ത് ഹൈജീന്റെ കാര്യം എന്ന് വെച്ചാൽ അവിടെ ചപ്പാത്തിക്ക് വേണ്ടിയുള്ള മാവ് കുഴച്ച് വെച്ചിട്ട് അവിടുന്ന് ടാസ്കിന് വേണ്ടി പോകുന്നു. അത് അടച്ചു വെക്കുന്നില്ല. പിന്നീട് മണിക്കൂറുകൾ കഴിഞ്ഞാണ് അത് വന്ന് കാണുന്നതും ഒക്കെ. സത്യത്തിൽ അങ്ങനെ തുറന്നു വെച്ചിട്ട് പോയത് തെറ്റാണ് കേട്ടോ. കാരണം അങ്ങനെ തുറന്നു വെക്കാൻ പാടില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പുള്ളിക്കാരനെ മറന്നുപോയി. അത് ഷാനവാസ് കണ്ടു. ഷാനവാസ് അത് ലക്ഷ്മിയോട് പറയുന്നു. ലക്ഷ്മി വന്ന് ചോദിക്കുന്നു. പക്ഷെ ചോദിക്കുന്നതിനൊരു ഇതൊക്കെയുണ്ട്. ഇതെന്തൊരു ചോദ്യമെന്നറിയോ ചോദിക്കുന്നത്? ഒരു ആജ്ഞാപിക്കുന്ന രീതിയിൽ, പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന രീതിയിൽ. സത്യത്തിൽ ലക്ഷ്മിയുടെ ദേഷ്യം കണ്ടപ്പം ആര്യൻ വരെ പേടിച്ചുപോയി. ആര്യൻ എന്നാ പമ്മി പതുങ്ങി സോറി പറയുക വരെ ചെയ്തു. കാരണം പുള്ളിക്കാരൻ്റെ കയ്യിൽ നിന്നൊരു പറ്റി. കാരണം ആര്യനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ എന്തെങ്കിലും തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും പറഞ്ഞൊപ്പിച്ച് വെക്കുന്നതാണ് ആര്യൻ. പക്ഷെ ഇത് സംഭവിച്ചതിന്റെ പേരിൽ തെറ്റാണെന്ന് മനസ്സിലാക്കി സോറി പറയുകയും ചെയ്യുന്നു. അത് വേറെ ആരെ അറിയിപ്പിക്കേണ്ടെന്ന് പറയുന്നു. എന്നാൽ ലക്ഷ്മി അത് വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുന്നു. ഷാനവാസ് പിന്നെ ആ വിഷയത്തെ എടുത്തിടുന്നുണ്ട്. പിന്നെ അവിടെ സംസാരിക്കുന്നുണ്ട്. പിന്നെ ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പം നമ്മുടെ ആര്യനും ദേഷ്യപ്പെടുന്നുണ്ട്. ഇന്ന് ലക്ഷ്മി എത്ര പേരോടാണെന്നറിയോ ദേഷ്യപ്പെടുന്നത്? ആ വൈകുന്നേരം സമയത്ത് ടാസ്ക് എല്ലാം കഴിഞ്ഞ് തൊട്ട് പുറകിന് ലക്ഷ്മി ചടപട എന്ന് പറഞ്ഞ് സർവ്വെ ആൾക്കാരോട്ട് അങ്ങ് ബഹളമായിരുന്നു. അനീഷ് പോലും പേടിച്ചു പോയി. അനീഷ് പോലും ലക്ഷ്മിയുടെ ചോദ്യത്തിന് മുമ്പ് സ്റ്റക്കായിട്ട് നിന്ന്. അതുപോലെ അക്ബറിനുമായിട്ടുള്ള സംഭാഷണം എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല. അക്ബറുമായിട്ട് ഇതേ രീതിയിലുള്ള പ്രകടനം ഉണ്ടായിരുന്നു. ഇതല്ലായിരുന്നു കാണിക്കുന്നത്. ഇതിനേക്കാൾ കൂടുതലുണ്ടായിരുന്നു. പിന്നെ ഷാനവാസുമായിട്ടുള്ളത്, പിന്നെ ആദിലയായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ കുറച്ചുകൊണ്ടാണ് എപ്പിസോഡിനകത്ത് കാണിച്ചു വെച്ചിരിക്കുന്നത്. ലക്ഷ്മി ഇത്രയും ചൂടാണ്ട ആവശ്യമില്ല. കാരണം ഒരു മനുഷ്യരുടെ തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള ഒരു വല്ലതും ആണോ? പുറത്തുനിന്നുള്ള ആൾക്കാരല്ലേ അത്. അവരോട് ഇത്ര റൂഡായിട്ടാണോ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്? അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതേക്കുറിച്ച് സംസാരിക്കുന്നത്? ഇത് ഭയങ്കര ഓവറായിപ്പോയി. ഓവറെന്ന് വെച്ചാൽ ഓവറോട് ഓവർ. ലക്ഷ്മി വിചാരിക്കുന്നത് ലക്ഷ്മിക്ക് പുറത്ത് ഭയങ്കര സപ്പോർട്ടാണെന്നും ലക്ഷ്മി പുറത്ത് പോകത്തില്ലെന്നും താൻ എന്തോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതാണെന്നുള്ളൊരു വിചാരം ലക്ഷ്മിക്കുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ലക്ഷ്മി കൂടുതൽ ആൾക്കാരുടെ ഇടയിൽ ഹേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ ലക്ഷ്മി ഏറ്റവും താഴത്തെ ലെവലിലാണ് നിൽക്കുന്നത് വോട്ടിംഗ് നിലയിൽ.